Dear students, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് ചോദിച്ച മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 2020 ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, എ കോയിൽ ഓഫ് 50 ടേൺസ് ക്യാരിയിങ് എ കറണ്ട് ഓഫ് 2 ആംപിയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് 0.5 ടെസ്ല. ദ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ കോയിൽ ഈസ്. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം, ഒരു n നമ്പർ ഓഫ് ടേൺസ് ഉള്ള I കറണ്ടുള്ള A ഏരിയ ക്രോസ് സെക്ഷനുള്ള ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിളാണ് ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വി നോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, 50 ടേൺസ് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 2 ആംപിയർ. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ഉണ്ട്, ബ്രെഡ്ത്ത് 8 ആണ്. സോ ബട്ട് ഇൻ സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ 0.1 into 0.08 that much into the magnetic field is given as 1/2 0.5 Tesla into the angle. ഉറപ്പായിട്ടും നമ്മുടെ ലൈൻസ് ഓഫ് ഫോഴ്സുമായിട്ട് ഏരിയ വെക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം നോർത്ത് ടു സൗത്ത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പോവുകയാണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഏരിയ വെക്ടർ വരുന്നത്. സോ സൈൻ 90 becomes 1. സോ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 2 to 2 നമുക്ക് ക്യാൻസൽ ആയിട്ട് മാറ്റാം. സോ വി ഗെറ്റ് ദ ആൻസർ. സോ 50 into 8 into 10 to the power of -3 and we get as a 0.4 Newton മീറ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയിരിക്കുകയാണ്. സോ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്ത കറണ്ട് ഫ്ലോ നമുക്ക് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓർക്കുക, ദ കറണ്ട് ബോട്ടത്തിലേക്കാണ് നമ്മളുടെ. അപ്പോൾ സെൻറ്റർ ഫിംഗർ താഴോട്ടാണ് നമുക്ക് പോയിൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ 4 ഫിംഗർ എഫ് ഫീൽഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. യെസ്, സോ ദിസ് വൺ. അപ്പോൾ ഈ ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും അത് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ആൻസറായിട്ട് നമുക്ക് എടുക്കാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 2. എ ലോങ് സോളിനോയിഡ് വിത്ത് 500 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് carries a current of 1.5 ampere. The magnetic induction at one ends of the ends of the solenoid on its axis is. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിലൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n ആണെന്നിരിക്കട്ടെ, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ സാധാരണ രൂപത്തിൽ അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് μ0 Ni. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റിൽ എൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സെൻറ്റർ വാല്യൂ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ μ0 നമുക്കറിയാം, ഇറ്റ് ഈസ് 4π into 10 to the power of -7. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 500 തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.5 ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 4 നമുക്ക് ക്യാൻസൽ ആക്കാം. സോ 5 into 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 1500 into pi into 10 to the power of -7. So that is equal to 1.5 pi into 10 to the power of -4. So that is equal to 4.71 into 10 to the power of -4, or we can say 47 into 10 to the power of -5 Tesla. That is a C as the answer. So we can move with the question number. Again 2020 third question ആണ്. The magnetic field at the center of a coil of 50 turns and a radius 10 cm carrying a current of 1 ampere. അപ്പോൾ ഒരു കോയിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ അപ്പോൾ 2π ആയിട്ട് മാറുന്നു. അപ്പോൾ എനി ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് μ0/4π into I division by radius into the total angle subtended.
ഇവിടെ പറയുന്നു n ടേൺസ് ഉണ്ടെന്ന്. സോ n ഇത്രയുമാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 50 ടേൺസ് എന്ന് പറയുന്നുണ്ട്. സോ μ0/4π എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 10⁻⁻⁷. കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 0.1 × 2π. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ചോയ്സസ് നോക്കുമ്പോൾ അവിടെ പൈയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് സൂക്ഷ്മതയോടെ നമുക്ക് ശ്രദ്ധിക്കുക. സോ 50 × 2 എന്ന് പറയുമ്പോൾ അത് 100 ആണ്. സോ 10 സ്ക്വയർ ആണ്. സോ 10⁻⁻5 division by 10⁻⁻1. So we can say that is equal to pi into 10⁻⁻4. So we can take A as the answer. So we can move with the next one to 2019. അപ്പോൾ ഒരു വർഷത്തിൽ റഫ്ലി ഒരു 3 questions ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. A particle of mass m and charge q with an initial velocity v is subjected to a uniform magnetic field capital B along the vertical direction. So magnetic field എന്ന് പറയുന്നത് vertical directionിലുണ്ട്. Yes. The particle will follow a circular path if v is along the vertical. സർക്കുലർ പാത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തതയോടെ അറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇറ്റ് മസ്റ്റ് എൻറ്റർ ദറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൽ 90 ഡിഗ്രിയിൽ വന്നാൽ മാത്രമേ നമുക്ക് സർക്കുലർ പാത്ത് നടക്കൂ. അപ്പം ഇവിടെ പറയുന്നത് ഈ ഡയറക്ഷനിൽ പോകുന്നു എന്നാണ്. അപ്പോൾ അത് എ ഈസ് റോങ് കൺസെപ്റ്റ് ദേ. ആൻഡ് മേക്ക് ഹെലിക്കൽ മോഷൻ ഇഫ് വി ഈസ് അലോങ് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ബി ഹൊറിസോണ്ടലായിട്ട് വരികയും വി ഈസ് എലോങ് ദ ഹൊറിസോണ്ടൽ, അപ്പോൾ സർക്കുലർ പാത്തേ പോസിബിൾ ആയിട്ടുള്ളൂ. മേക്ക് ഹെലിക്കൽ മോഷൻ ഇഫ് വി ഈസ് നെയ്തർ പാരലൽ ഓർ നോർ ഓർത്തോഗണൽ. യെസ്, മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ആംഗിൾ ആണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ദാറ്റ് വെലോസിറ്റി വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു കമ്പോണൻറ്റ്സ്. ഈ കമ്പോണൻ്റ് അതിനെ മുന്നോട്ട് നയിക്കും, ഇതൊരു സർക്കുലർ പാത്തിലേക്ക് അത് മാറും. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഒരു ഹെലിക്കൽ പാത്തായിട്ട് നമുക്ക് മാറ്റാം. സോ സി എസ് ദി ആൻസർ. We can move with the next one, the fifth question. Consider, വീണ്ടും 2019 question ആണ്. A circular loop of radius r on the xy plane. So xy പ്ലെയിനിലെ ഒരു സർക്കുലർ ലൂപ്പാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. Carrying a steady current in the anti-clockwise direction. The magnetic field at the center of the loop. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം μ0/4π ഇൻറ്റു ദറ്റ് കറണ്ട് ഡിവിഷൻ ബൈ റേഡിയസ് ഇൻറ്റു ദ ആംഗിൾ സബ്റ്റൻഡഡ് ആസ് 2π. ഡയറക്ഷൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ അത് മുകളിലോട്ടാണെന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ വലത് കൈവിരലുകളെ കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് കേൾ ചെയ്യുമ്പോൾ ദ തമ്പ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാം എലോങ് ദ ഇസെറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് 2π നമുക്ക് ക്യാൻസൽ ചെയ്യാൻ. സോ വി കെൻ ആസ് μ0I ഡിവിഷൻ ബൈ 2r into z cap. So we can take the answer as the C choice. We can move with the next one, number 6. Consider two parallel current carrying conductors separated by a distance. Which of the following statement is true? ഇപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് എഫക്ട്സ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദേ വിൽ അട്രാക്റ്റ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദേ വിൽ റിപ്പൽ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ അത് ബേസ് ചെയ്തിട്ട് വി ക്യാൻ ടേക്ക് ഇ എസ് ദി ആൻസർ. കറണ്ട് ഫ്ലോയിങ് ഇൻ സെയിം ഡയറക്ഷൻ വിൽ ലീഡ് ടു അട്രാക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിൽ ലീഡ് ടു റിപ്പൾഷൻ. നമ്പർ seventh one. A rectangular conducting loop of length 4√2 meter and breadth 4 meter carrying a current of 5 ampere in the anti-clockwise direction is placed in the xy plane. The magnitude of magnetic induction field vector B at the intersection of the diagram. So അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? സോ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ എ ബിയുടെ കോൺട്രിബ്യൂഷൻ
ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ഡി കൂടെ നമ്മൾ എടുക്കുകയാണ്. സോ ബി എ പ്ലസ് സി ഡി, അതേപോലെ തന്നെ ബി ഡ്യൂ ടു ബി സി ആൻഡ് ബി ഡ്യൂ ടു ഡി എ. അപ്പോൾ ഈ 4 കോൺട്രിബ്യൂഷൻ കൂടെ ചേരുമ്പോൾ അത് ഒരേ ഡയറക്ഷനിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കൺസിഡർ ചെയ്താൽ മതിയാ. അതിൽ എ ബിയുടെയും സി ഡിയുടെയും ഒരേ കോൺട്രിബ്യൂഷൻ ആയിരിക്കുമെന്നും ബി സിയുടേതും ഡി എയുടേതും നമുക്കറിയാം ഒരേ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് 2 ടൈംസ് ഓഫ് ബി എയും എ ബിയും അല്ലെങ്കിൽ 2 ടൈംസ് ഓഫ് ബി സിയും എടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ വളരെ റഫ്ലി നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അത് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആൽഫയും ബീറ്റയും ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം μ0 ഡിവിഷൻ ബൈ 4π ഇൻറ്റു കറണ്ട് ഫ്ലോയിങ് ബൈ. അപ്പോൾ തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ ആറായിട്ട് എടുക്കുകയാണെങ്കിൽ ദെൻ സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഇതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബി സിയുടെ ബേസ് ചെയ്തിട്ട് എന്നുള്ള ആംഗിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അപ്പോൾ അത് ബേസ് ചെയ്താൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സെയിം നമുക്കിവിടെ റഫ്ലി ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫോർ ദിസ് കേസ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിച്ചാൽ, യെസ്, അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന നമുക്ക് വേണ്ടത് ആംഗിളാണ്. സോ ഞാൻ തീറ്റ വണ്ണെന്ന് ഞാൻ എടുത്തു, നമ്മുടെ ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം സൈൻ ഓഫ് ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ്, അല്ലാതെ 4√2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പകുതി നമ്മുടെ വാല്യൂ വരുമ്പോൾ 4√2/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറുന്നു? 2√2 മാറുന്നു. അതേപോലെ തന്നെ ഈ ഒരു വശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടുത്തെ 4m/2 ആണ്. അപ്പം സ്വാഭാവികപരമായിട്ട് 2 ആയിട്ട് വരുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് സൈൻ ഓഫ് ദി ആംഗിളാണ്. അത് ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ സൈൻ തീറ്റ 1 എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ ഹൈപ്പട്ടന്യൂസ്. ഹൈപ്പട്ടന്യൂസ് വരുമ്പോൾ നമുക്കവിടെ √2√2² പ്ലസ് 2². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദ ആൻസർ ആസ് ഇസ് ഈക്വൽ ടു √2/3. ഇപ്പോൾ സൈൻ തീറ്റ 1 ആയി. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ആംഗിൾ നമ്മൾ മനസ്സിലാക്കണം. യെസ്, അപ്പോൾ അതിനെ നമുക്ക് ഞാൻ ആൽഫ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് 4/2 ആണ് അല്ലേ, 2 ആയിട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സൈഡ് 4√2/2 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2√2 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് സൈൻ ആൽഫ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ഹൈപ്പട്ടന്യൂസ്. ഹൈപ്പട്ടന്യൂസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അഗെയിൻ 2√2² പ്ലസ് 2². അപ്പോൾ നമ്മളൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി ഗെറ്റ് ദ വാല്യൂ 2/√12 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഈസ് എ ബി. എ ബിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ വരുമ്പോൾ ഓർക്കണം μ0/4π ഇൻറ്റു ദാറ്റ് കറണ്ട് എന്ന് പറയുന്നത് 5 ആണ്, 5 ആംപിയർ ആണ് ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് ഡിവിഷൻ ബൈ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കണം ഇവിടെ എ ബി വരുമ്പോൾ അവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4√2/2 ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് 2√2 എന്ന് നമുക്ക് എടുക്കാം ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ ആൽഫ ആയിട്ടാണ് നമ്മൾ അപ്പോൾ അത് എത്രയുണ്ട്? 2 ഉണ്ട്. 2 ഇൻറ്റു 1/√3 എന്ന് നമുക്ക് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇവിടെ μ0/4πയുടെ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 × 2 ക്യാൻസലായി മാറി. ഇത് 10⁻⁻7 ആകുന്നു. 10⁻⁻7. Then 2 × 5 as 10. That division by that is √2 into √3. Yes, that is equal to 10⁻⁻6/√2 into √3. പ്ലസ് അപ്പോൾ ഇത് 2AB ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ വേണം നമുക്ക്? ഓക്കെ, നമുക്ക് 2AB ആയിട്ട് നമുക്കിത് എടുക്കാം, 2 times of AB. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ് 2 times of BC. അപ്പോൾ 2 times of BC എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു വീണ്ടും μ0/4π ഇൻറ്റു ദാറ്റ് കറണ്ട് 5 ആംപിയർ ആണ്. പക്ഷേ സെപ്പറേഷൻ വരുമ്പോൾ ഓർക്കണം ഇതാണ്. അപ്പോൾ 4 m/2 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് അത് മാറും. ഇൻറ്റു 2 times of ദാറ്റ് ആംഗിൾ സൈൻ, ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന θ1 ആണ്. സോ √2 ഡിവിഷൻ ബൈ 3. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ദാറ്റ് മച്ച് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 10 to the power of 2 2 ക്യാൻസലായി. ഓക്കെ, ദെൻ 10 to the power of -7 ആണ്. 10 ഇൻറ്റു ദാറ്റ് √2/3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2/3 ടൈംസ് ഓഫ് 10 to the power of -6. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ടോട്ടലായിട്ട് നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അല്ലേ. സോ ബി ഈസ് ഈക്വൽ ടു 10 to the power of -6 by √2 into √3 plus √2/3 into 10 to the power of -6. Solve ചെയ്യുമ്പോൾ we get the value as 1.22 into 10 to the power of -6. So we can take A as the answer. അപ്പോൾ ഇത് ഉള്ളതിൽ ചോദിച്ചതിലെ ഒരു ടഫായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. So we can move with the question number 2018 again, 8th question. A particle of charge capital Q moves with a velocity. So that velocity is given as is equal to A into I in a magnetic field that is given as B is equal to Bj plus Ck, where A, B and C are constants. The magnitude of the force experienced by the particle is. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോറൻസ് ഫോഴ്സ് ആണ് നമ്മൾ ഇക്വേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. So that is given as F is equal to that charge into that V cross B. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V cross B ആണ് അല്ലേ. സോ ദാറ്റ് നമുക്ക് സിമ്പിളായിട്ട് Q ഇൻറ്റു, അപ്പോൾ ആദ്യം നമുക്ക് V cross B ഒന്ന് ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് IJK, ദാറ്റ് ഡിവിഷൻ ബൈ ഡിറ്റർമിനൻറ്റ്. വാട്ട് ഈസ് വാല്യൂ ഫോർ വി? വിയുടെ വാല്യൂ എന്ന് പറയുന്നത് AI ആണ്. സോ 0 0. ദെൻ വാട്ട് ഈസ് എ വാല്യൂ ഫോർ ബി? സോ ബി എന്ന് പറയുമ്പോൾ 0 B ആൻഡ് C ആണ്. അപ്പോൾ നമുക്ക് ഐയുടെ കമ്പോണൻസ് വരുമ്പോൾ രണ്ടും ക്യാൻസൽ ആകുന്നതെന്ന് നമുക്കറിയാം. സോ -J ഇൻറ്റു AC, അതേപോലെ K ഇൻറ്റു ദാറ്റ് AB. സോ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ചാർജ് Q ഇൻറ്റു -ACJ പ്ലസ് ABK. അപ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ജെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ACQ അല്ലേ. അപ്പം -AC ഇൻറ്റു Q² പ്ലസ് AB ഇൻറ്റു Q². ഇപ്പോൾ അതിൽ Q എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ദാറ്റ് ഈസ് ഇൻറ്റു AB² പ്ലസ് AC² ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് C as the answer. So we can move with the question number 9. An electron is moving with a velocity 2 into 10 to the power of 6 meter per second along the positive x direction, and in the uniform electric field 8 into 10 to the power of 7 volt/meter applied along the positive y direction. The magnitude and direction of uniform magnetic field that will cause the electron to move undeviated along its original path. അപ്പോൾ അവിടെ വെലോസിറ്റി സെലക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റിലെയാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. നമുക്കറിയാം ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് V ടൈംസ് ഓഫ് B ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അറിയാം. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. സോ നമുക്കത് ബേസ് ചെയ്തിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡിവിഷൻ ബൈ V ആയിട്ട് എടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 8 into 10 to the power of 7 ആണ്. ദ ഡിവിഷൻ ബൈ 2 into 10 to the power of 6 ആണ്. സോ വി ഗെറ്റ് ദ ആൻസർ as 4 into 10, സോ 40. സോ 40 ആണ്. ഇനി ഏത് ഡയറക്ഷനിലേക്കാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ നമ്മളുടെ
ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്ന് പറയുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ എനർജി ഫ്ലോ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതിന് ഒരു പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറയപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്, എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എപ്പോഴും ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു അല്ലെങ്കിൽ ഇ ക്രോസ് ബി ആയിരിക്കും. അപ്പോൾ ആ സ്ഥാനത്തിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വലത് കൈവിരലുകളെ ചുഴറ്റിയാൽ ദ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഷുഡ് ബി ദാറ്റ് എലോങ് ദ തമ്പ്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചാൽ വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടെ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇലക്ട്രോൺ അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദാറ്റ് പോസിറ്റീവ് ആസ്പെക്ട് ഈസ് മൂവിങ് ടുവേഴ്സ് എ നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വൈയിലേക്കായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമ്മളുടെ ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ വി ക്യാൻ സേ എ ആസ് ദി ആൻസർ. 10th ക്വസ്റ്റ്യൻ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The magnitude of magnetic field at the center of a circular coil of radius r having n turns and carrying current I can be doubled. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. μ0/4π ഇൻറ്റു I/r ഇൻറ്റു ദി ആംഗിൾ സബ്റ്റൻഡ് ആസ് 2π. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കറണ്ട് ബിക്കം ഡബിൾ. ഓക്കെ, ദെൻ n ബിക്കം 2n. അപ്പം 4 times I. യെസ്, നമുക്ക് വേണ്ടത് ഡബിളാണ്, സോ I അല്ല. ദെൻ n to n/2 ഇത് ഹാഫായിട്ട് മാറുകയാണ് എങ്കിൽ ബി ഹാഫായിട്ടേ മാറും. അപ്പോൾ ബി ചോയ്സും അല്ല. ദെൻ വാട്ട് അബൌട്ട് ദ സി ചോയ്സ്? n to 2n. ഓക്കെ, ഇത് ഡബിളായി മാറി. ബട്ട് r to r. അപ്പോൾ വീണ്ടും ക്യാൻസലായി പോയി. ദെൻ വാട്ട് അബൌട്ട് ഡി ചോയ്സ്? r to r. ഓക്കെ, ദെൻ I to 2i വീണ്ടും ക്യാൻസലായി പോയി. ദെൻ വാട്ട് അബൌട്ട് ഇ? I to 2i. Good. Keeping n and r unchanged. So we can say E as the answer. Number 11. A proton moves with a speed of 5 into 10 to the power of 6 meter per second. It enters a region where there is a magnetic field of magnitude 2 Tesla directed at an angle 30 degree to the x-axis lying in the xy plane. The magnitude of the magnetic force on the proton is, നമുക്ക് സിമ്പിളായിട്ട് അറിയാം ദാറ്റ് QVB sin theta, that is the Lorentz force. The charge എന്ന് പറയുമ്പോൾ 1.6 into 10 to the power of -19 into that velocity is given 5 into 10 to the power of 6 into the magnetic field as 2 into that sin 30, that is equal to 1/2. 2 to cancel, so that is equal to, we can solve it to be 8 into 10 to the power of -13 Newton. So that means D is the answer. We can move into the question number 12. A long straight wire of radius capital R carries a steady current I0 uniformly distributed throughout the cross section of the wire. The magnetic field at a radial distance r from the center of the wire. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്കൊരു ലോങ് വയറായിട്ടാണ് പറയുക. അവനൊരു യൂണിഫോം ക്രോസ് സെക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സ്മോൾ ആർ എന്ന് പറയുന്നത് അവൻ്റെ റേഡിയസിനേക്കാളും വളരെ അകലമാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒരു തിൻ കണ്ടക്ടറായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സ്മോൾ ആർ സെപ്പറേഷൻ എന്ന് പറയുന്നത് we can write it to be as μ0/4π into as a 2i, that division by that separation as a smaller. Yes, so that is a very important one. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ ഒരു ടു നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. സോ μ0I/2π into r. So we get A as the answer. So we can move with the question number 13. If the cyclotron oscillator frequency is 16 megahertz, then what should be the operating magnetic field for accelerating the proton of mass so much? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ് ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എഫ് ടേക്ക് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു QB division by 2πm.
QB by 2 pi m. വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. സോ ബി ടേക്ക് ദ വാല്യൂ എസ് 2 pi m f division by q. That is equal to 2 into യെസ് പൈ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ വെക്കണം ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10 to the power of minus 27 ഇൻറ്റു frequency 16 into 10 to the power of 6 division by the charge as 1.6 into 10 to the power of minus 19. On solving, we get the value as 0.334 pi into Tesla. So we can take A as the answer. We can move to the question number 14. A galvanometer of resistance G is converted into an ammeter using a shunt resistance R. The ratio of heat dissipated through the galvanometer and the shunt is 3:4. Then R is equal to. അപ്പോൾ നമ്മളൊരു ഗാൽവനോമീറ്റർ ഉണ്ട്, അവൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ജി ആണ്. അതിൽ നമ്മൾ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. യെസ്, ദാറ്റ് ഈസ് എ കണക്റ്റഡ് ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് the ratio of heat dissipated through the galvanometer and shunt is 3:4 എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യെസ് ഓക്കെ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, കറണ്ട് ഐ ജി ഇതെന്ന് പറയുമ്പോൾ നമുക്ക് I മൈനസ് ഐ ജി ഇൻറ്റു ആർ ആയിട്ട് നമുക്ക് എടുക്കാം. സോറി, ആർ റെസിസ്റ്റൻസ്. എന്തായാലും ഈ രണ്ട് ആമും പാരലൽ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the heat production through the galvanometer by the heat production by R എന്ന് പറയുന്നത് we can easily say that V square division by that galvanometer resistance by here that resistor R. So that is equal to R by G. So that is given as is equal to 3/4. So from that the shunt resistance നമുക്ക് എന്തായിട്ട് കണ്ടുപിടിക്കാം? 3/4 G ആയിട്ട് നമുക്ക് എടുക്കാം. So B is the answer. We can move with the question number 15. The wire of length L is bent into a circular loop of a single turn and is suspended in a magnetic field of induction capital B. When a current I is passed through the loop, the maximum torque experienced by it is. നമുക്കറിയാം ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് NIAB, the sin theta. Here പെർപെൻഡിക്കുലർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ sin 91 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് ടേൺ 1 ആണ്. കറണ്ട് ഐ ആയിട്ട് തന്നെ എടുക്കാം. ഏരിയ എന്താണ്? പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷേ എൽ ലെങ്ത് എന്നാണ് പറയുന്നത് അല്ലേ? അത് എത്രയായിട്ട് മാറി? 2πr. അപ്പോൾ ആറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? L/2π. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I ഇൻറ്റു പൈ ഇൻറ്റു എൽ സ്ക്വയർ ഡിവിഷൻ ബൈ 4π സ്ക്വയർ ഇൻറ്റു ബി. ഒരു പൈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ എസ് 1/4π ഇൻറ്റു IL square B. So that is the answer. So we can take A as the choice. So dear students, നമുക്കൊരു 3 to 4 questions വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. Try to do maximum MCQs. Take care. God bless you.